Next, we are going to discuss about business research methods. In other words, different types of business research methods are applied in business. So, in this class, we are going to examine the different business research method. First one, operational research. Second one, case study. Third one, statistical data. Fourth one, surveys and focus group. Fifth one, interview design. Sixth one, listening. Seventh one, questionnaire and questioning. These are the different business research methods which applies in business organization. First one, operational research. Operational research is the study of a firm's operation. ഒരു ഫേമിൻ്റെ ഓപ്പറേഷനെ കുറിച്ച്, ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ ഓപ്പറേഷനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ഓപ്പറേഷണൽ സിസ്റ്റം റിസർച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അഥവാ ഒരു ഫേം ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓരോ സ്റ്റേജിനെ കുറിച്ചും പ്രൊഡക്ഷൻ്റെ ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുന്നത് എന്തിനാണ്? അനാവശ്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ, അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ, വേസ്റ്റുകൾ, ഇനഫിഷ്യൻസികൾ, പുവർ പെർഫോമൻസ് ഇതൊക്കെ കണ്ടെത്താൻ കഴിയും, അതൊക്കെ സോൾവ് ചെയ്യാനും കഴിയും. ഓക്കെ, ഓരോ സ്റ്റെപ്പുകളിൽ വരുന്ന അനാവശ്യമായിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ, ഓരോ സ്റ്റെപ്പുകളിലുള്ള ഇനഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസുകൾ, ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ്സിനകത്തുള്ള ഓരോ ഓപ്പറേഷനെക്കുറിച്ചും എന്ത് ചെയ്യണത്, പഠിക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഓപ്പറേഷനുകൾ ഉണ്ടാവും ഒരു ബിസിനസ്സിൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേഷനുകൾ ഉണ്ടാവും, വെറൈറ്റീസ് ഓഫ് ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ ഓരോ ഓപ്പറേഷനെ കുറിച്ചും പഠിക്കും. ഇതിന് നമ്മൾ എന്ത് പറയുന്നു? ഓപ്പറേഷണൽ റിസർച്ച് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് എ മെത്തേഡ് വിച്ച് ഈസ് വെരി മച്ച് യൂസ്ഫുൾ ടു ടേക്ക് ആപ്പ് ബിസിനസ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ് പോളിസി ഫോർമുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു റിസർച്ചാണ് എന്ത്? ഓപ്പറേഷണൽ റിസർച്ച്. സിംപ്ലി മനസ്സിലാക്കുക, ബിസിനസ്സിൻ്റെ ഓരോ ഓപ്പറേഷനെ കുറിച്ചും പഠിക്കുക. എന്തിനു വേണ്ടിയിട്ട് പഠിക്കുന്നു? അനാവശ്യമായിട്ടുള്ള ഓപ്പറേഷനിലൂടെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ, ഇനഫിഷ്യൻസികളൊക്കെ കണ്ടെത്തി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ, കേസ് സ്റ്റഡി. എന്താണ് കേസ് സ്റ്റഡി നോക്കാം. എ കേസ് സ്റ്റഡി ഈസ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് എ സ്പെസിഫിക് സബ്ജക്റ്റ് such as person, group, place, event, organization or phenomena. Okay, case studies are commonly used in social, educational, clinical and business research. ഓക്കെ, മനസ്സിലാക്കുക, കേസ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനാണ്. ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ബിസിനസ്സിനകത്ത് ധാരാളം കേസ് സ്റ്റഡികൾ നടക്കും. ബിസിനസ്സിലുള്ള ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതിൻ്റെ ഓരോ ഫാക്റ്റും എടുത്തിട്ട് 1 by 1 എടുത്തിട്ട് പരിശോധിച്ച് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തും. ഓക്കെ, ഇതിങ്ങനെ ബിസിനസ്സുകളിൽ ധാരാളം കേസ് സ്റ്റഡികൾ നടക്കുന്നുണ്ട്. ഈ കേസ് സ്റ്റഡികൾ നടത്തുന്നത് ബിസിനസ്സിൻ്റെ പോളിസി ഫോർമുലേഷനും പ്ലാനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ കേസ് സ്റ്റഡിയും ഒരു രണ്ടാമത്തെ ബിസിനസ് റിസർച്ച് മെത്തേഡാണ്. Third one, statistical data. Examination of statistical data available in business organization. ഓക്കെ, ബിസിനസ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, റിസർച്ചുകൾ നടത്താം. ഇതും ഒരു മെത്തേഡാണ്. ബിസിനസ്സിനകത്തുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ് ഫൈനാൻഷ്യൽ ഡാറ്റ. Okay, financial data is one of the important areas of statistical analysis that helps to firm to evaluate performance and predict trends. ഫേമിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ട്രെൻഡ്സുകളും ഫ്യൂച്ചർ ട്രെൻഡ്സുകളൊക്കെ മനസ്സിലാക്കുന്നതിന് ഫൈനാൻഷ്യൽ ഡാറ്റ വളരെയധികം യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റകൾ ബിസിനസ്സിനകത്ത് ഉണ്ടാവും. അത് എടുത്ത് പരിശോധിക്കുക, എക്സാമിൻ ചെയ്യുക, അനാലിസ് ചെയ്യുക എന്നുള്ളത് ബിസിനസ് റിസർച്ചിൻ്റെ മറ്റൊരു മെത്തേഡാണ്. കണ്ടക്ടിങ് സർവേസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ് ഈസ് അനദർ മെത്തേഡ് ഓഫ് ബിസിനസ് റിസർച്ച്. ഓക്കെ, ബിസിനസ്സിനകത്ത് ധാരാളം സർവേസുകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഫോക്കസ് ഗ്രൂപ്പുകളിൽ. ഫോർ എക്സാമ്പിൾ, ഒരു ബിസിനസ് ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ, ബിസിനസ്സിൻ്റെ ഉദ്ദേശം ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തതിന് ശേഷം അവിടെ ഒരു സർവേ നടത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അഥവാ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ അത് കസ്റ്റമേഴ്സിന് ടേസ്റ്റ് അതുപോലെ തന്നെ നീഡ്സ് വാണ്ട്സ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അതിനെക്കുറിച്ചൊരു സർവേ നടത്താം. ഓക്കെ, അപ്പോൾ സർവേ നടത്തുന്നത് കസ്റ്റമേഴ്സിൻ്റെയാണ്. അവരെ നമ്മൾ വിളിക്കുന്നതാണ് ഫോക്കസ് ഗ്രൂപ്പ് എന്ന്.
ഓക്കെ, അപ്പോൾ അങ്ങനെ സർവേസുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഇനി അതിലെന്തെങ്കിലും അപാകതകൾ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും സർവേയിലൂടെ കണ്ടെത്തുകയാണ് കസ്റ്റമേഴ്സ്, മജോറിറ്റി കസ്റ്റമേഴ്സ് പറയുകയാണ് പല ടേസ്റ്റും അത് അല്ലെങ്കിൽ പല നീഡ്സുകൾ അത് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല നിലവിലെ പ്രൊഡക്റ്റ് കൊണ്ട് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ പുതിയ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ബിസിനസ്സിനെ സഹായിക്കും. അപ്പോൾ സർവേസ് എന്ന് പറയുന്നത് വളരെയധികം കോമൺ ആണ് ബിസിനസ്സുകളിൽ. ഏത് തരത്തിലുള്ള ബിസിനസ്സുകളും അത് സർവീസ് ഓറിയൻറ്റഡ് ആവട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് കമ്പനികളാവട്ടെ, ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണെങ്കിലും അവർ സർവേകൾ നടത്തും, കസ്റ്റമർ സർവേകൾ നടത്തും. അതുപോലെ തന്നെ പല രീതികളിലുള്ള സർവേസുകൾ നടത്തും. അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അതിൻ്റെ റിസൾട്ടിൻ്റെ ഫലമായിട്ട് അവരെന്ത് ചെയ്യും, ബിസിനസ്സുകളിൽ മാറ്റങ്ങൾ വരുത്തും. ഓക്കെ, സർവേസ് ആൻഡ് ഫോക്കസ് ഗ്രൂപ്പ്സ് ആർ എ കോമൺ ബിസിനസ് റിസർച്ച് മെത്തേഡ്. ഇറ്റ് ഹെൽപ്സ് എ ഫേം ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ പൊട്ടൻഷ്യൽ customer for its products and service. Okay, this includes understanding who the customer is, what the customer values and how the customer buys. Okay, ഈ വക കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠനങ്ങൾ നടത്തണമെങ്കിലൊക്കെ സർവേസുകളാണ് കമ്പനികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു മെത്തേഡാണ് ഇൻ്റർവ്യൂ ഡിസൈൻ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടുള്ള, അത് കൺസ്യൂം ചെയ്തിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ നേരിട്ട് പോയിട്ട് ഇൻ്റർവ്യൂ നടത്താം. ഓക്കെ, അതുമൂലം ധാരാളം അവരുടെ എക്സ്പീരിയൻസുകൾ, റിയൽ എക്സ്പീരിയൻസുകൾ നേരിട്ട് അവർക്ക് ഷെയർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ പ്രീ പ്ലാനഡ് ആയിട്ടുള്ള സെറ്റായിട്ടുള്ള സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് കസ്റ്റമേഴ്സിനോട് നേരിട്ട് ചോദിക്കുന്നത്. അടുത്തൊരു മെത്തേഡാണ് ലിസൺ ചെയ്യുക. കസ്റ്റമേഴ്സിനെ ലിസൺ ചെയ്യുക എന്നുള്ളത് അതൊരു ബിസിനസ് റിസർച്ച് മെത്തേഡാണ്. ഓക്കെ, കസ്റ്റമേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സുകൾ ലിസൺ ചെയ്യുക, കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, എന്നിട്ട് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത പോലെയല്ല, ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒരു പ്രീ പ്ലാനഡ് ആയിട്ടുള്ള പ്രീ സെറ്റ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്നത്. അതിനാണ് അവർ മറുപടി പറയുന്നത്. പക്ഷേ ലിസണിങ് അങ്ങനെയല്ല, ഒരു പ്രീ പ്ലാനഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഇല്ല. പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു റിസർച്ചർ ആയിരിക്കും, അദ്ദേഹമാണ് എന്ത് ചെയ്യണത്, ലിസൺ ചെയ്യും കസ്റ്റമേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, അവരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് പല കാര്യങ്ങളും ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു. ഇതിന് നമ്മൾ ലിസണിങ് എന്ന് വിളിക്കുന്നത്.